തിരൂർ നടുവിലങ്ങാടി സ്വദേശിയായ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിൽ. കൊല്ലം സ്വദേശി രാജുവിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 2 പ്രധാന പ്രതി അഞ്ചുടി സ്വദേശി ഉസൈനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് താനൂർ ഡിവൈഎസ്പി പയസ് ജോർജ് അറിയിച്ചു. പോലീസിന്റെ സമയോചിത ഇടപെടലാണ് അന്വേഷണം പ്രതികളിലേക്ക് എത്തിച്ചത്. ദിവസങ്ങൾക്ക് മുൻപാണ് നിറമരുതൂർ മങ്ങാട്ടെ താമസമുറിയിൽ അബ്ദുൽ കരീമിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഴുത്തിൽ ഞെരുക്കിയ പാട് വ്യക്തമായതോടെയാണ് കൊലപാതകമാണെന്ന സൂചനയിലേക്ക് പോലീസ് എത്തിയത്. കരീമിന്റെ തലയിൽ ഇടിയേറ്റതായി ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിരുന്നു. ഈ സമയം ഒപ്പമുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പൂക്കയിൽ സ്വദേശിയായ അബ്ദുൽ കരീം, 40 വയസ്സുള്ള അബ്ദുൽ കരീം എന്ന ആൾ മങ്ങാട് ജുമാ മസ്ജിദ് പള്ളിയുടെ വക കെട്ടിടത്തിൽ അയാൾ വാടകയ്ക്ക് അവിടെ താമസിച്ചിരുന്നതാണ്. അയാൾ അവിടെ ആ കെട്ടിടത്തിൻ്റെ മുറിയിൽ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് പോലീസിന് 11-ാം തീയതി രാത്രി 11/2/2025 രാത്രി വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്ത് പോയി പരിശോധന നടത്തി. താനൂർ പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിൻ്റെ അന്വേഷണത്തിൽ അഞ്ചുടി സ്വദേശിയായ ഹുസൈനും അതുപോലെ പത്തനാപുരം സ്വദേശിയായ രാജുവും ഈ മരിച്ച ആളോടൊപ്പം ആ ദിവസങ്ങൾ ഉണ്ടായിരുന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ 2 പേരും അന്നേ ദിവസം സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നതായിട്ടും കൂടെ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവരെ ചുറ്റിപ്പറ്റി പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. അബ്ദുൾ കരീമിന്റെ കൂടെ മുറിയിൽ വന്നിരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. കൂടെയുണ്ടായിരുന്ന 3 പേരെയാണ് പോലീസ് സംശയിച്ചിരുന്നത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. സംഭവത്തിന് ശേഷം നാടുവിട്ട ഹുസൈനിലേക്കും പിന്നീട് പോലീസ് എത്തുകയായിരുന്നു. മൊബൈലിന്റെ സിം കാർഡ് വീട്ടിൽ ഊരിവെച്ചതിന് ശേഷമാണ് ഇയാൾ മുങ്ങിയത്. ഇതോടെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസപ്പെട്ടു. പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവ സ്ഥലത്ത് സീനിലെത്തിയപ്പോൾ തന്നെ ഒരു സംശയകരമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ മുതൽ അന്വേഷണം ആരംഭിച്ചിട്ട് നമുക്ക് സംശയിക്കുന്ന പ്രതികളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കുമ്പം ഈ പ്രതികളായ ആളുകളൊന്നും ഫോൺ യൂസ് ചെയ്യുന്നില്ല. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും മറ്റും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. തുടർന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ CCTVകളും മറ്റു കാര്യങ്ങളും കേന്ദ്രീകരിച്ച് നല്ലൊരു എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടത്. അവർ ഇവിടുന്ന് പോയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്തിപ്പെട്ട ഭാഗങ്ങൾ ഗുരുവായൂർ, തൃശ്ശൂർ ഭാഗങ്ങളുണ്ടെന്ന് അന്വേഷിച്ച് അവിടെയുള്ള കുറേ അധികം CCTVകൾ നോക്കി, ഇവർ പോകാൻ സാധ്യതയുള്ള ബീവറേജും ബാറും നോക്കി. ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് ഇവർ എവിടെ എങ്ങോട്ടാണ് നീങ്ങിയെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. തുടർന്നും അവർ തൃശ്ശൂർ ഭാഗത്തേക്ക് എത്തിയത് തന്നെ കണ്ടുപിടിക്കാനും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. തൃശ്ശൂർ അവിടെ ഫോൺ ഒഴിവാക്കിയ കാരണം അവിടെ നിന്ന് ഫോണ് വേറെ ആൾക്ക് കിട്ടിയെന്ന് മറ്റോ ഇൻഫർമേഷൻ കിട്ടി. അവരെ കണ്ടുപിടിച്ച് അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ പ്രതികളിലേക്ക് എത്തിപ്പെട്ടത്. ഡിവൈഎസ്പി പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പിന് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ ചാനൽ താനൂർ. Never seen before designs. നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്. ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.